ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവനും എന്റെ വീട്ടിലത്തെ പണികളെല്ലാം ഞാൻ കൂലിക്ക് ചെയ്തു കൊടുത്താൽ എനിക്ക് എത്ര രൂപ വരുമാനം കിട്ടുന്നു നോക്കാൻ പോകണം. എങ്ങനെ ഈ ഒരു വെറൈറ്റി ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അങ്ങനെ ഇപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു ചലഞ്ചാണ് ചെയ്യാൻ പോണത് എന്ന് അമ്മന്റെ പറഞ്ഞപ്പോ അമ്മ എനിക്ക് ആദ്യം തന്ന പണി എന്ന് പറയുന്നത് രാവിലത്തെ ഇത്രയും പാത്രങ്ങൾ കഴുകാനായിരുന്നു. ഇത്രയും പാത്രങ്ങൾ കഴുകിയാൽ 30 രൂപ കൂലി തരാന്നാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പോ ഒറ്റ നിപ്പിൽ ഈ കാണുന്ന പാത്രങ്ങൾ മുഴുവനും കഴുകി വെച്ചു. അത് കണ്ടതും അമ്മ എനിക്ക് കൂലി തരാൻ വേണ്ടി 30 രൂപ എടുത്തിട്ട് വരുന്നു. പക്ഷെ ഞാൻ അമ്മന്റെ കയ്യിൽ ഇന്നത്തെ എല്ലാ കൂലിയും കൂടെ വൈകുന്നേരം അങ്ങോട്ട് തന്നാൽ മതി പറഞ്ഞു. അപ്പൊ ഇനി വൈകുന്നേരം എനിക്ക് എത്ര രൂപ കൂലി കിട്ടും നോക്കാം. പിന്നെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞതും വീണ്ടും ഇപ്പൊ വിളി വന്നു. കുറച്ച് തുണികൾ തിരുമ്പാനുണ്ട്. അത്ര ഇത്രയും തുണി തിരുമ്പിയാ 50 രൂപ തരാനാണ് ഓഫർ. അതുകൊണ്ട് ഞാൻ വേഗം തുണിയൊക്കെ തിരുമ്പാൻ തുടങ്ങി. ഒരുവിധം എങ്ങനെയൊക്കെയോ തുണിയൊക്കെ തിരുമ്പി കഴിയാറായതും കുറച്ചും കൂടെ ഉണ്ടിട്ടാന്നും പറഞ്ഞ് അമ്മ വേറെ കുറച്ച് തുണിയും കൂടെ തന്നു തിരുമ്പാൻ. ഇതിപ്പോ പഞ്ചാബി ഹൗസ് സിനിമ പോലെയായി. അങ്ങനെ ഇപ്പൊ തുണിയൊക്കെ ഞാൻ മുഴുവനും തിരുമ്പിയിട്ടു. അതിനുശേഷം സമയം 12 ആയപ്പോ ഇതെന്നെ ചാൻസ് എന്നും പറഞ്ഞ് അമ്മ എന്റെ പറയാണ്, നീ എന്നാ പോയി കുളിമുറി ഒന്ന് വൃത്തിയാക്കി 100 രൂപ തരാന്ന്. പക്ഷെ കുളിമുറിയൊക്കെ വൃത്തിയാക്കണമെങ്കിൽ മിനിമം ഒരു 150 രൂപയെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അമ്മ ശരിയെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോ എന്റെ ഡ്യൂട്ടിക്ക് കയറി. പക്ഷെ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടാണ് ഞാനിപ്പോ എന്റെ ഒരു കുളിമുറി മൊത്തം ഒന്ന് വൃത്തിയാക്കി എടുത്തത്. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ ഉച്ചയായി. ഉച്ചയ്ക്ക് ഇനി പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ അച്ഛൻ വിളിച്ചിട്ട് പറയാണ്, എന്തായാലും നീ ഇന്ന് ഇവിടെ പണി ചെയ്ത് കൂലി വാങ്ങുകയല്ലേ, എന്നാ പിന്നെ നമ്മുടെ വണ്ടിയും കൂടെ ഒന്ന് വൃത്തിയാക്കി 20 രൂപ തരാന്ന്. ഒരു വണ്ടി കഴുകാൻ 20 രൂപയൊക്കെ കുറവാണ്. പക്ഷെ ഇപ്പൊ വണ്ടി ഞാനാണ് ഇന്നലെ എടുത്തിട്ട് പോയിട്ട് ചളിയാക്കിയിട്ട് വന്നത്. അതുകൊണ്ട് 20 കുറവാണെങ്കിൽ ഞാൻ തന്നെ വൃത്തിയാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ വണ്ടി കഴുകണതിന്റെ ഇടയിൽ വിരൽ എവിടെയോ പെട്ടിട്ട് വിരലും പൊട്ടി ചോര വന്നു തേങ്ങ. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട് വണ്ടിയൊക്കെ ഞാൻ വൃത്തിയാക്കി കഴുകി വെച്ചു. അതിനുശേഷം ഇനിയൊന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു ഒരവിടെ പോയി ഇരുന്നതും അപ്പുറത്തുനിന്ന് അമ്മന്റെ ഒരു വിളി, ഇന്ന് 2 തേങ്ങ ഇതും കൂടി പൊളിക്കുന്നു. 2 തേങ്ങയുള്ളൂ, ഒരു തേങ്ങ പൊളിച്ചാൽ 5 രൂപ തരും. ഇതിപ്പോ എനിക്ക് ഈ ഒരു ചലഞ്ച് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് പണി തന്ന് മതിയാവുള്ള തോന്നുന്നു. ക്യാമറയിൽ കുറച്ച് വെള്ളം പോയി, അതാണ് ഫോക്കസ് ഇല്ലാത്തിട്ടാ. അങ്ങനെ ഇപ്പൊ പറഞ്ഞ പോലെ 2 തേങ്ങയും നേരാക്കി കൊടുത്തു. അതിനുശേഷം രാത്രി ആയപ്പോ ചെറിയ പണിയും കൂടി ഉണ്ട് വാന്നും പറഞ്ഞു രാത്രി കറി വെക്കാനുള്ള പച്ചക്കറി ഒന്ന് അരിഞ്ഞു വെക്കി പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോ അമ്മ പറഞ്ഞ പോലെ അമ്മയ്ക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുത്തതിന് ശേഷം എന്റെ ഈ ഒരു ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ പണി ചെയ്ത കൂലിയായിട്ട് എനിക്ക് 275 രൂപ കിട്ടണം. അതുകൊണ്ട് ഞാൻ ആ ഒരു 275 രൂപ അമ്മന്റെ വാങ്ങിയെടുത്തു. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.